ഗുഡ് ഈവനിങ് ആൾ. വെൽക്കം ടു ലേൺ വൈസ്. അതുപോലെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് സെഷനാണ്. നമുക്കറിയാം നമ്മളിപ്പോ ഓറിയന്റേഷൻ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓൾമോസ്റ്റ് സെഷൻ 1 മുതൽ സെഷൻ 9 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് സെഷൻ മുതൽ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും നിങ്ങളും ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ ഒരു 7-7:30 ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, നമ്മൾ ഒരു ടൈം ടേബിൾ തരുന്നു, നിങ്ങൾ വരുന്നു, ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടായിരുന്നു, നല്ല ഇന്ററാക്റ്റീവ് ആയ സെഷൻസുകളൊക്കെ നമ്മൾ ഇതിന്റെ ഇടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് യൂണിവേഴ്സിറ്റി, അതുപോലെ ഒരു ബേസിക് നോളജ് തരിക എന്നുള്ളതായിരുന്നു ഈ ഒരു ഓറിയന്റേഷന്റെ ഉദ്ദേശം തന്നെ. അപ്പൊ നമുക്ക് ഇന്ന് അറിയാം, ഇന്ന് നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് സെഷൻ ആണ്. അതായത് നമ്മുടെ ഏറ്റവും ലോഞ്ച്, നമ്മളുടെ കംപ്ലീറ്റ് പ്രോഗ്രാം കഴിഞ്ഞു, അതിന്റെ ഒരു റാപ്പപ്പ് സെഷൻ ആണ് ഇന്ന് നമുക്ക് ഉണ്ടാവുക. അതായത് നമ്മളുടെ ഫസ്റ്റ് സെഷൻ മുതൽ നമ്മളുടെ ലാസ്റ്റ് സെഷൻ വരെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ നിങ്ങൾക്ക് ഉണ്ടായ ഗെയിനുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ ഒരു മോട്ടീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾസും കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ടാവും. നിങ്ങളെ മെറ്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ പഠിത്തം തുടങ്ങിയിട്ടുണ്ടാവും. ചില ആൾക്കാർ ഓക്കെ നമ്മൾ ഓറിയന്റേഷൻ ഒക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ഉഴപ്പൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മളുടെ ലാസ്റ്റ് സെഷൻ ആണ്. ഇതോടുകൂടെ നിങ്ങളുടെ, അതായത് ഞങ്ങളെ ഒരു ഓറിയന്റേഷൻ എന്നുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സുകളായിരിക്കും തുടങ്ങുക. അതായത് റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഓൾറെഡി ഇൻഫോംഡ് ആണ്. അപ്പൊ ടൈം ടേബിളും നിങ്ങൾക്ക് റിസീവ്ഡ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ടൈം ടേബിളിന്റെ അനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോവാ. നിങ്ങളുടെ അടുത്ത ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അക്കാഡമിക്കലി ഉള്ള നിങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പോകുന്നത് നാളെ മുതലാണ്. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ടൈം ടേബിളിനനുസരിച്ചിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഒരു മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ളത് ഒരു അക്കാഡമിക്കൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ്. കാരണം നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ തുടങ്ങും, അസൈൻമെന്റ് വർക്കുകൾ തുടങ്ങും. നമുക്ക് അങ്ങനെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു പിന്നെ നമ്മുടെ അക്കാഡമിക്കലി ഉള്ള ഒരു ഫ്ലോയിലോട്ടേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു പരിപാടിയിലോട്ടാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. കുറച്ചും കൂടെ നിങ്ങൾ ബിസി ആവും. നിങ്ങൾ ടൈം ടേബിളിനനുസരിച്ച് പഠിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ടൈം ടേബിളിനനുസരിച്ചിട്ട് പഠിച്ചു പോവുക. അതുപോലെ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തരലായിരുന്നു നമ്മളുടെ ഉദ്ദേശം. പിന്നെ ഇതിനെ അങ്ങോട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ മെന്റേഴ്സ് ത്രൂ നിങ്ങൾ എല്ലാ ഡൗട്ടുകളും ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യും, മാക്സിമം നോക്കാന്നുണ്ടാവും. അപ്പൊ ഈ ഒരു സെഷൻ നമ്മുടെ ഏറ്റവും ഫൈനൽ, നമ്മുടെ ഡേ 10 അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് സെഷൻ 10 നമ്മൾ പോകുന്നത്. ഈ സെഷന്റെ കുറച്ചും കൂടെ നമ്മൾ എന്താണ് ഈ ഒരു സെഷനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു റാപ്പപ്പ്, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇനി നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനും, അതുപോലെ നമ്മളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രോഗ്രാംസിനെ പറ്റിയിട്ടും നമുക്ക് ഒരു റാപ്പപ്പ് പോലെയുള്ള ഒരു സെഷനാണ് ഇന്നത്തേത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മളുടെ പിന്നെ കൊമേഴ്സ് ടീം ലീഡ് ആയിട്ടുള്ള വാണി മാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജിന്റെ തന്നെ സുനീറ മാമും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആക്കി നമുക്ക് ഈ ഒരു സെഷനെ എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ സുനീറ മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സുനീറ മാം കേൾക്കുന്നില്ലേ? താങ്ക് യു സോ മച്ച് അക്ഷര മാം, താങ്ക് യു. ഒരിക്കൽ കൂടി വെൽക്കം ഓൾ. നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പൊ ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്തേ. നമ്മളിനി ഈ ഒരു നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ ഫൈനൽ സെഷൻ ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചസിനെ അല്ലെ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ അടുത്തൊന്നും ചാൻസ് കിട്ടില്ല. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ഫസ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് ഇത്, MA സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരോടും പറഞ്ഞത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പൊ അതേപോലെ തന്നെ ആ ആക്റ്റീവിൽ തന്നെ നിങ്ങൾ ഈ ഒരു സെഷനിലും നമ്മുടെ റാപ്പപ്പ് സെഷനിലും അതേപോലെ ഇരിക്കുക. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്യൂ. കുറച്ചു പേരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വരുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുക. നമുക്ക് ഒരു അതേ എനർജിയോട് തുടങ്ങി അതേ എനർജിയോട് കൂടെ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ എൻഡ് ചെയ്തിട്ട് നമ്മുടെ അക്കാഡമിക്കൽ ജേർണിയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോ ആ ഒരു സ്പിരിറ്റോടെ തന്നെ എല്ലാവരും ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം അക്ഷര മാം പറഞ്ഞതുപോലെ കുറെ നേരമായിട്ട് അക്ഷര മാം നമ്മുടെ കഴിഞ്ഞ സെഷൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് അതിലേക്കൊന്ന് ഒരു തിരനോട്ടം അല്ലെ, ഒരു തിരിഞ്ഞു നോട്ടം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഐ ഷെയർ. സോ അപ്പോ നമ്മളൊന്നും കൂടെ നമ്മുടെ ഒരു കഴിഞ്ഞ കാല സെഷൻസിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ സെഷൻ നമുക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാവോ സ്ക്രീൻ?
അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമ്മൾ ആദ്യത്തേത്. എല്ലാവരും ബാച്ച്മേറ്റ്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു അല്ലെ. സ്പാർക്ക്, ആ പേര് പോലെ തന്നെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കിക്ക് ഓഫും അതേപോലെ ഒരു സ്പാർക്ക് വീഴുന്ന രീതിയിൽ തന്നെ നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് ഗെയിം ഒക്കെ കളിച്ച് ഭയങ്കര ഒരു രസമായിട്ട് അങ്ങനെ കുറച്ചുകൂടെ ഫൺ ആയിട്ടൊക്കെ പോയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സെഷൻ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് സെഷനിൽ തന്നെ ഒരു എനർജി കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാണ് ലേൺ വൈസ് എന്നുള്ള ഒരു ഐഡിയ ജസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഈ രണ്ടാമത്തെ സെഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസിലേക്കായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള സെഷൻസിലേക്ക് പോയിരുന്നത് അല്ലെ. സെക്കൻഡ് എന്ന് പറയുന്നത് ഇഗ്നു അൺബൗണ്ട് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സിഇഒ ആയിട്ടുള്ള റേസർ തന്നെ വളരെ വ്യക്തമായിട്ട് ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി അദ്ദേഹം ഇഗ്നു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഇഗ്നു, ആ യൂണിവേഴ്സിറ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിലെ സൈറ്റ് അടക്കം അല്ലെ, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള സൈറ്റുകളും അടക്കം അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെഷൻ 3യിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നിങ്ങളുടെ സിലബസ് അല്ലെ, സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലേൺ വിത്ത് ലേൺ വൈസ്, ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് എന്ന രീതിയിൽ അല്ലെ നിങ്ങൾക്ക് സിലബസ് ഡീകോഡിംഗ് സെഷൻ എന്ന ഒരു കാര്യമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൽ നമുക്ക് നമ്മുടെ ലേൺ വൈസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ MA സൈക്കോളജിയിലെ 6 സബ്ജക്ട്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഈ 6 സബ്ജക്ട്സും ബേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ എത്ര ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാം നിങ്ങൾക്ക് ഒരു പുക പോലെ അല്ലെ, ഏകദേശം ഒരു പുക പോലെ ഉണ്ടാവുള്ളൂ, എന്നാലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ, എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി 4th സെഷനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സെഷനിലാണ് നമ്മൾ ഒരു കുറച്ചുകൂടി ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് എന്നുള്ള രീതിയിൽ, അതായത് ലേൺ വൈസിന്റെ കുറച്ചുകൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ അല്ലെ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതുപോലെ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അഭയ് സർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലെ, ആപ്പിലുള്ള തുടക്കത്തിൽ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മുടെ, എങ്കിലും തുടക്കക്കാർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്ന രീതിയിലായിരുന്നു അഭയ് സാറിന്റെ ഈ ഒരു സെഷൻ ഉണ്ടായിരുന്നത് 4th സെഷൻ. ഇനി 5th സെഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ അലൂമിനി ടോക്ക് ആയിരുന്നു. നമുക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേൺ വൈസ് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേരുടെ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കറിയാം കുറെ പേർക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു സ്റ്റഡി ഒരു 2 വർഷം MA കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിന് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവരുടെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവരൊക്കെ ഇതേപോലെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ പല പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഡിഗ്രി ഓർ PG ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഇതായിരുന്നു നമ്മുടെ 5th സെഷൻ. ഇനി 6th സെഷനിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ഇവിടെയാണ് നിങ്ങൾ കുറച്ചുകൂടെ നമ്മളെ ലേൺ വൈസ് കമ്മ്യൂണിറ്റിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേൺ വൈസ് ടീം അല്ലെ, അത് ഇതിനേക്കാളും കൂടുതലാണ് നമ്മുടെ ടീം, പക്ഷെ എങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടീമിനെ കുറെ കൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. കുറെ അധികം ഫാക്കൽറ്റീസിനെ, ഇവിടെയുള്ള എല്ലാ മെന്റേഴ്സിനെയും, അതുപോലെ നമ്മുടെ CXO CEO ഇവരെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു പവർ ഓഫ് കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ലേൺ വൈസ് ടീമിനെ മീറ്റ് ചെയ്യുന്ന ഒരു 6th സെഷൻ എന്ന് പറയുന്നത്. ഇനി 7th സെഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ, നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് EEP എന്നും പറയുന്നുണ്ട്, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ ഉണ്ട്. കുറച്ചുകൂടെ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് എന്താ പറയാ ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു ക്ലാസ്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടത്തുന്നത്. അപ്പൊ അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സെഷൻ ആയിരുന്നു 7th സെഷൻ, ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് എന്ന് പറയുന്ന ഒരു സെഷൻ വന്നിട്ട്. ഇനി 8ാമത്തെ സെഷനിലേക്ക് വരുമ്പോൾ 8th സെഷൻ, നെക്സ്റ്റ് സ്ലൈഡ്. 8th സെഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെ, നമ്മുടെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെഷൻ ആയിരുന്നു 8th സെഷൻ, കരിയർ പ്ലാനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ അന്ന് സൈക്കോളജിയുടെ ഒരു മാം വന്നിട്ട് നിങ്ങൾക്ക് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുമായിട്ട് ആ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, കുറച്ചുകൂടെ നമുക്ക് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. കഴിഞ്ഞിട്ട് MA കഴിഞ്ഞിട്ട് എന്തൊക്കെ നമുക്ക് മേഖലകളിലേക്ക് പോവാം, എങ്ങനെ സൈക്കോളജിയിൽ തന്നെ ഒരു കരിയർ കെട്ടിപ്പടുത്തുണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും ഐം ഷുവർ, പക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഈവൻ ഈ കരിയർ റിലേറ്റഡ് ഡൗട്ട്സ് ആണെങ്കിലും മെന്റേഴ്സിനെ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് എല്ലാം തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷൻ 9th സെഷനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ
കുറച്ചുകൂടെ നമ്മളെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെഷനാണ് അല്ലെ, അതായത് സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. ദാറ്റ് ഈസ് ഹാപ്പിനെസ് അംബാസിഡർ സെഷനാണ് അല്ലെ, വെൽബീയിങ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന ഒരു സെഷൻ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ലേൺ വൈസിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട്, ഇവിടെ പഠിക്കുന്നുള്ളവർക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൗൺസിലർ ഇവിടെ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറഞ്ഞിട്ട് അക്ഷര മാം, ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള അക്ഷര മാം ആണ് ഹാപ്പിനെസ് അംബാസിഡർ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ ഒരു വെൽബീയിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡറെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഷെയർ ചെയ്തു തരും. അതേപോലെ തന്നെ മന്ത്ലി വൺ നമുക്കൊരു സെഷനും കൂടെ ഉണ്ടാവും. ഹാപ്പിനെസ് സെഷൻ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് മന്ത്ലി വൺ ഒരു ലൈവ് സെഷൻസും കൂടെ ഉണ്ടാവും. ഇതിൽ നമുക്ക് ഓരോ മാസവും ഓരോരോ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇത് നമ്മെ സംബന്ധിച്ച്, ഐ മീൻ സൈക്കോളജി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഹാപ്പിനെസ് അംബാസിഡർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, ഈ ലാസ്റ്റത്തെ നമ്മുടെ 10th സെഷനാണ് ഇന്ന്, ലോഞ്ച് പാഡ് എന്ന് പറയുന്നത്. നമ്മുടെ റാപ്പപ്പ് സെഷനാണ്. ഇത്രയും സെഷൻസ് കുറച്ച് ഫൺ ഉണ്ടായിരുന്നു, കുറച്ച് അധികം ഇൻഫോർമേറ്റീവ് ഉണ്ടായിരുന്നു, അതേപോലെ കുറെ അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സെഷൻസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും ശേഷം ഇപ്പോൾ നമ്മൾ റാപ്പപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടുകൂടെ ഇന്നത്തെ ഒരു സെഷനോടുകൂടെ നമ്മൾ അടുത്ത ദിവസം തൊട്ട് കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് അക്കാഡമിക്കൽ ജേർണി എന്ന രീതിയിൽ തന്നെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു ഉദ്ദേശമുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളിപ്പോ ഇത്രയും സെഷൻസ് കണ്ടതിനനുസരിച്ച്, നമ്മുടെ ഒരു ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് കുറെ ഐഡിയാസ് വന്നിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്സ്, അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ആഡ് ചെയ്താൽ നന്നായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് നമ്മളടുത്ത് സംസാരിക്കാം. അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ തുടക്കത്തിൽ ഫസ്റ്റത്തെ ഒരു സെഷനിൽ ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഓരോ സെഷനും ശേഷം നിങ്ങൾക്ക് ആക്ഷൻ ടാസ്കുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ചിലതിലൊന്നും ഇല്ല എങ്കിലും പല സെഷൻസിലും ഉണ്ടായിരുന്നു. ആ ആക്ഷൻ ടാസ്കുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മെന്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, എല്ലാ സെഷനിലും വളരെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതുകൂടെ പറയാം അല്ലെ അക്ഷര മാം, അനൗൺസ് ചെയ്യാം അല്ലെ? ഇവർക്ക് തന്നെ ഒരു ഗസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളായിരിക്കോ? ഗസ് ഉണ്ടോ നിങ്ങൾക്ക്? ഗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ. ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, ഗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്ക് വീഡിയോ ഷെയർ ചെയ്തിട്ട് പോരെ, അവരൊന്ന് കാണട്ടെ. ഷെയർ ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് വെക്കാം അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് വിന്നേഴ്സ് ഉള്ളത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. അപ്പൊ നിങ്ങൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇത്രയും സെഷൻസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാനുള്ള ഒരു അവസരം കൂടെ നമ്മുടെ ഒരു റാപ്പപ്പ് വീഡിയോ എന്നുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സെഷൻ തൊട്ട് ലാസ്റ്റത്തെ 9th ഹാപ്പിനെസ് സെഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained.
our sessions conclude, the bonds and memories we've forged will endure. നമ്മുടെ ഒരു ഓറിയന്റേഷന്റെ ആ ഒരു ജേണിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇത്തിരി കുറഞ്ഞ സമയങ്ങളിൽ 2 മിനിറ്റ് ദൈർഘ്യത്തിൽ നമ്മുടെ ഇത്രയും ദിവസത്തെ സെഷൻസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അപ്പൊ എന്ത് തോന്നുന്നു? എവിടെ എല്ലാവരും? വെരി ഗുഡ്. അപ്പൊ ഒന്നും ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ? നമ്മുടെ ഒരു നമുക്ക് ഏകദേശം നമ്മുടെ സെഷൻ കംപ്ലീറ്റ് അല്ലെ, അത്രയും ദിവസത്തെ നമ്മുടെ എഫേർട്ടും നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനും എല്ലാം ആണ് ഇത്രയും ചെറിയൊരു ഒരു കുഞ്ഞു സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിന്നേഴ്സിനെ ഒന്ന് അനൗൺസ് ചെയ്യാം അല്ലെ അക്ഷര മാം? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ അക്ഷര മാം പറഞ്ഞതുപോലെ ഗസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് സെഷൻ മുതൽ നമ്മൾ തന്നെയാണ് ഇവരുടെ ഓറിയന്റേഷൻ ഫസ്റ്റ് ഡേയിലുള്ളത്. ലാസ്റ്റ് ഡേ തന്നെ നമ്മൾ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടി. അതെ അതെ അതെ, നിങ്ങളിൽ തന്നെ ആരാണ് സ്റ്റാർട്ടും എൻഡും നമ്മളാണ്. അതെ, ലാസ്റ്റും എൻഡും. അപ്പോ നമുക്ക് ഇതൊരു ജേർണിയാണ്. നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ എന്തായാലും ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇത് ജസ്റ്റ് നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പാർട്ട് മാത്രമാണ്. ഇതിന് ശേഷവും നമ്മൾ നല്ല രീതിയിലുള്ള സെഷൻസ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വരാനുണ്ട്. അപ്പൊ ഈ ഒരു സെഷൻ പെർഫോമൻസ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ടാസ്ക് നമ്മൾ തരുന്നുണ്ടായിരുന്നു. ഡെയിലി ഓരോ സെഷന്റെ ശേഷവും നിങ്ങൾ എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെയുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഒരു നല്ല ടോപ്പ് പെർഫോമർ എന്നുള്ള രീതിയിൽ എടുത്തത്. പക്ഷെ നല്ല രീതിയിൽ ആക്റ്റീവ് നമ്മളുടെ MA സൈക്കോളജി Jan 25 ബാച്ച് തന്നെയാണ് നമ്മളുടെ ടോട്ടലി എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് തന്നെ അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമേഴ്സ് തന്നെയാണ്. അപ്പോ അതിൽ നമ്മൾ റാൻഡംലി ഒരാളെ സെലക്ട് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ 2-3 ആൾക്കാരെ പിക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഇതൊരു ഓക്കെ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ സാഡ് ആയിട്ട് ഇരിക്കരുത്. നമുക്ക് ഓക്കെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഓരോ മെന്റേഴ്സിന്റെ അണ്ടറിൽ നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ അതിൽ നന്നായി പഠിക്കുന്ന അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ഇനിയും നമ്മൾ ഓരോ മന്തിലും നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇതായിട്ട് കാണുക, അതായത് നമ്മളൊരു വലിയ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിലായിട്ട് കാണുക. അതുപോലെ ആക്ഷൻ ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വിറ്റ്നസിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴേ പറയാം, നിങ്ങൾ ആരും സാഡ് ആവരുത്. ഇൻ കേസ് നിങ്ങളല്ല പിന്നെ ബെസ്റ്റ് പെർഫോമർ എന്നുള്ളതിൽ നിങ്ങൾ ഇതിൽ ഭയങ്കരമായിട്ട് ഒരു വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക സ്റ്റാർട്ടിംഗ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ മാം പറയാല്ലേ? ഓക്കെ, പറയാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി മന്ത്ലി നമുക്ക് ഓരോരോ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ബാച്ചിന്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിലും ഇതേപോലെ ഓരോ മന്തിലും നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സിനെയൊക്കെ ഓരോ മെന്റേഴ്സും സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്, മാറി വരാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു നമ്മുടെ ഓറിയന്റേഷൻ ജേർണിയിലുള്ള വിന്നേഴ്സിനെ നമുക്ക് എന്നാൽ അനൗൺസ് ചെയ്യാം. വാണി മാം, ഫസ്റ്റ് ഒരാള് നമ്മുടെ അതുല്യാണ്. അതുല്യ ഉണ്ടോ അവിടെ? അതെ മാം ഉണ്ട്. ഓക്കെ, അതുല്യ ഓൺ ചെയ്യാമോ? കൺഗ്രാറ്റുലേഷൻ അതുല്യ. എന്താ പറയാനുള്ളത്? പറയാൻ എന്നാൽ ഈ ഓറിയന്റേഷൻ വർക്ക് ചെയ്ത് നുറവന് അയച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ അങ്ങനെ അധികം ഓപ്പൺ ആയിട്ട് വരാറില്ല, കഴിയാറില്ല. ഒന്നാമത് മക്കളൊക്കെ വീട്ടിൽ കൊണ്ട് ഭയങ്കര സൗണ്ട് അവരത് ഉണ്ടാവും. അപ്പൊ ഞാൻ കൂടുതൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കാൻ വന്നിട്ടില്ല. പിന്നെ ഇത് തീരെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു കേട്ടോ. എന്നെ പോലെ തന്നെ എല്ലാരും ചെയ്തു കൊടുക്കുന്നുണ്ടാവില്ല, അപ്പൊ പിന്നെ അത്രയ്ക്കുള്ള ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും പിന്നെ നമുക്ക് വിർച്വലായിട്ട് ഇങ്ങനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് റിയാക്ഷൻസോ ചാറ്റിൽ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രിസ്മസ് വരുമ്പോ ക്രിസ്മസ്, ഓണം വരുമ്പോ അതല്ലെങ്കിൽ വേറെ എന്തൊക്കെ വിമൻസ് ഡേ വരും, ടീച്ചേഴ്സ് ഡേ വരും, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ പലതരം മത്സരങ്ങളും അതുപോലെ സെലിബ്രേഷനും ഒക്കെ ആയിട്ട് പോകുന്നതാണ്. ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഉള്ളിൽ കിടക്കുന്ന കഴിവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പുറത്ത് കൊണ്ടുവരാനുള്ള പല അവസരങ്ങളും ലേൺ വൈസ് ഒരുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് വരുന്ന ആൾക്കാരായിരിക്കും പലരും, അല്ലെങ്കിൽ വേറെ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെയെങ്കിലും വിർച്വലി എങ്കിലും നമുക്ക് നമ്മുടെ കഴിവുകളെയൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ ഇവിടെ ഒരുക്കുന്നത്.
അപ്പോൾ ഇത് ഒരു തുടക്കം മാത്രം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒന്ന് ഓവർകം ചെയ്തിട്ട് നമ്മുടെ ഒരു കൂടെയുള്ള ടൈം അത്രയും നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം അല്ലെ? വാണി മാം, നമ്മൾ അടുത്ത വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ്. ബിന്ദു തുടക്കം മുതലേ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബിന്ദു, കൺഗ്രാറ്റുലേഷൻ ബിന്ദു. താങ്ക് യു. ഞാൻ വീഡിയോ ഓണാക്കണ്ടാണ് സമ്മാനം കിട്ടാൻ ഇത് മാനദണ്ഡം. അതല്ല, നമുക്ക് ഡെയിലി ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ സെഷന് ശേഷവും ടാസ്കുകൾ ചെയ്യണം, അതുപോലെ തന്നെ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യണം. അതൊക്കെ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള സെഷനിൽ തന്നെ പറഞ്ഞു. നമ്മൾ ചുമ്മാ അല്ല ടാസ്കുകൾ തന്നുകൊണ്ടിരുന്നത്, നമ്മൾ ഇതൊക്കെ കൗണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൗണ്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ടാസ്ക് കംപ്ലീഷനും. ടാസ്ക് നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 2-3 ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷം നമ്മൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം ഇപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസിയിൽ പോവുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ ഇതൊരു ചാലഞ്ച് ആയി കണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ തന്നെ നേടും എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരാം. ഓക്കെ ബിന്ദു, സേ സംതിങ്. അല്ല, ഞാൻ വിചാരിച്ചില്ല. ഞാൻ എല്ലാ ക്ലാസ്സുകളും ലൈവായിട്ട് കണ്ടിട്ടില്ല, കൂടുതൽ യൂട്യൂബേ കണ്ടുള്ളൂ. ആദ്യത്തെ 2 ക്ലാസ്സും പിന്നെ കഴിഞ്ഞ ദിവസത്തേത് മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ആയിട്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്തിടുമായിരുന്നു. പുള്ളിക്കാരി മെന്റർ ഷെയർ ചെയ്യും, ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും ചെയ്യുമെന്നാണ് ഞാനും വിചാരിച്ചത്. ഓക്കെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഇനി ലൈവ് സെഷൻസ് വരുന്ന സമയത്താണെങ്കിലും റിവിഷൻ സെഷൻസ്, ലൈവിൽ റിവിഷൻ സെഷൻസ് വരുന്നുണ്ടാവും. അപ്പൊ ആ സമയത്താണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ലൈവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക, അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു ലൈവിലായിരിക്കും. അപ്പോ ഇനി അഥവാ ഇതുപോലെ വല്ല ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എമർജൻസി, നമ്മുടെ കാര്യമല്ലേ, എന്തെങ്കിലുമൊക്കെ എമർജൻസി വരുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടു പോവാതെ അതിന്റെ റെക്കോർഡ് വീഡിയോസ്, റിവിഷൻ സെഷൻസ് കണ്ടുപോകാം കേട്ടോ. അപ്പൊ എന്നാലും നമുക്കത് നമ്മുടെ എന്താ പറയാ, പഠിക്കുന്ന കാര്യങ്ങൾ കവറപ്പ് ചെയ്തു പോകാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ബിന്ദു ഇപ്പൊ പറഞ്ഞല്ലോ, അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പല സെഷൻസും നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവർ വിട്ടുപോകാതെ യൂട്യൂബിൽ പെട്ടെന്ന് സെഷൻസ് കണ്ടുപോയി അതിന്റെ ആക്ഷൻ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മെന്റർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതേപോലെ നമുക്ക് നമ്മുടെ അക്കാഡമിക്സിലും നമുക്ക് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളെ അല്ലെ, നമുക്ക് മൾട്ടിപ്പിൾ വിന്നേഴ്സ് ആണുള്ളത്. ബെസ്റ്റ് പെർഫോമേഴ്സിൽ വരുന്നത് ലാസ്റ്റത്തെ വിന്നറിനെ നമുക്ക് കാണാം. സുമിത, കൺഗ്രാറ്റുലേഷൻസ് സുമിത. ഓക്കെ സുമിത, എന്താ പറഞ്ഞോ. ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്. ഞാൻ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു. പിന്നെ ഞാൻ ആക്ഷൻ ടാസ്ക് എല്ലാം സബ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ മാഡം. ഓക്കെ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഇതിൽ പലരും നമ്മൾ കയറുമ്പോൾ തന്നെ കാണാം, പലരും സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ചിലപ്പോൾ അവരുടെ തിരക്കുകൾ കൊണ്ടായിരിക്കും ആക്ഷൻ ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പൊ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബെസ്റ്റ് പെർഫോമേഴ്സ് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ തുടക്കത്തിൽ അക്ഷര മാം പറഞ്ഞതുപോലെ ഇത് തുടക്കം മാത്രമാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ഇഷ്ടം പോലെ പ്രോഗ്രാംസ് വരാനുണ്ട്. അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രൈസസിന് അർഹരാവാനുള്ള അർഹത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് ഫസ്റ്റത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ പറഞ്ഞതാണ്, എന്തൊരു ആക്റ്റീവ് ആയിട്ടുള്ള ബാച്ചാണ് ഇത് എന്നുള്ളത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എനർജി എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് കടക്കാം അല്ലേ വാണി മാം? ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് നിങ്ങൾ ഇപ്പോ ലൈവായിട്ട് പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫീഡ്ബാക്കിന്റെ ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരും എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഈ സെഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം കുറച്ച് ഗൂഗിൾ ഫോംസ് മെന്റേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ ഈ സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു 3 സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺസോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വളരെ ഭംഗിയായിരുന്നു, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മുടെ 9.0യുടെ ഫീഡ്ബാക്ക് ആണ് നമ്മൾ ഇതിലൂടെ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഈ ഒരു അസസ്മെന്റിൽ, ഓൺലൈൻ അസസ്മെന്റിൽ നമ്മൾ 2 പാർട്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടെ നമ്മൾ ഇത്രയും നാളെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓറിയന്റേഷൻ സെഷൻസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ്സിനെ കൂടെ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഓൺലൈൻ അസസ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 പാർട്സ് ആയിട്ടാണ് ഇത് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തത് ഇഗ്നോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, രണ്ടാമത്തത് നമ്മുടെ പ്രോഗ്രാം സ്പെസിഫിക്, അതായത് MA സൈക്കോളജി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് കോമൺ ഇഗ്നോ ക്വസ്റ്റ്യൻസ്, അതിന്റെ അസൈൻമെന്റ്സ്, ടേം ആൻഡ് എക്സാമിനേഷൻ, ഇവാലുവേഷൻ, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ സെഷൻസിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴ്സ് സ്പെസിഫിക് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സൈക്കോളജി, MA സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ് വരുന്നത്. ഇതിൽ സിലബസ് സ്ട്രക്ചർ, അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ്, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും നാളത്തെ നമ്മുടെ സെഷൻസിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഐഡിയാസ് കിട്ടി എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓൺലൈൻ അസസ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓൺലൈൻ അസസ്മെന്റും ഇതേപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അസസ് ചെയ്യാവുന്നതാണ്. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ മെന്റേഴ്സിന്റെ എടുത്തിട്ട് സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അവരുടെ അടുത്ത് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ലൈക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് എന്താണ് ഉദ്ദേശിച്ചത്, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് അത് നിങ്ങൾ ക്ലിയർ ചെയ്തതിനു ശേഷം ചെയ്യാം. അപ്പൊ ഡേറ്റും എപ്പോഴത്തേക്ക് സബ്മിറ്റ് ചെയ്യണം, ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു ഡേയും കൂടെ നമ്മൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെ, ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇതിലൂടെ നമ്മുടെ സെഷൻസിന്റെയും എല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാം. അപ്പൊ അതിന്റെ മുമ്പേ ആയിട്ട് ന്യൂ ഹൊറിസോൺസ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ഫോമിന്റെ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ന്യൂ ഹൊറിസോൺസ് എന്ന് പറയുന്ന ഒരു ഫോം. അപ്പൊ അതും നമ്മൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഒരു നമ്മുടെ പ്രൊഫൈൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ലേണർ പ്രൊഫൈൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ പിന്നെ കുറെ അഭിരുചികളും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്, ഫ്യൂച്ചറിൽ നമ്മൾ ആരായി തീരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചില ഗോൾസ് വെച്ചിട്ടായിട്ട് നമുക്ക് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കുറച്ച് വീക്ക്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ആപ്പൊക്കെ പോലെ ഒരു ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ലാംഗ്വേജ് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. അപ്പൊ എന്താണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ന്യൂ ഹൊറിസോൺസ് ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഡ്രീംസ്, ഇവിടെ വന്നിട്ട് ഈ ഒരു PG MA ഇൻ സൈക്കോളജി നേടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ന്യൂ ഹൊറിസോൺ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് സ്ട്രെങ്ത്തും അല്ലെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അറിയുന്നതോടുകൂടെ നമുക്ക് പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളിൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നറിയാൻ കൂടിയാണ് ഈ ഒരു ന്യൂ ഹൊറിസോൺസ് എന്ന് പറയുന്ന ഫോം നിങ്ങളടുത്ത് ഫിൽ ചെയ്യാൻ പറയും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയ സമയത്ത് ആരെയും നമ്മൾ പേരെടുത്ത് വിളിച്ചിട്ടില്ല അല്ലെ, ഫസ്റ്റ് സെഷനിൽ ആരെയും പേരെടുത്ത് വിളിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു, പരിചയപ്പെടുത്തുമായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ടൈമാണിത്. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ ഈ ഒരു ഓറിയന്റേഷന്റെ എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഞാന് ശരിക്കും പറഞ്ഞ 3-ാം തീയതി മറ്റേ ടൈം ടേബിൾ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ 3-ാം തീയതി മുതൽ ഞാൻ പഠിച്ചൊക്കെ തുടങ്ങി. ഫസ്റ്റ് 6 ലെസൺസ് വരെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് തീരെ വയ്യാതെ വന്നു. എനിക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ മെന്റർ കൃത്യമായിട്ട് വിളിച്ച് എല്ലാ ദിവസത്തെ കാര്യങ്ങളും, അതായത് ഓരോ ഓറിയന്റേഷൻ സെഷനെ കുറിച്ചും എനിക്ക് മെസ്സേജ് ഇടും, അതിന്റെ ടാസ്ക് അയച്ചു തരും. അതുപോലെ യൂട്യൂബ് വീഡിയോ എനിക്ക് ഷെയർ ചെയ്യും. പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു ആശ്വാസം തരുന്ന രീതിയിൽ സംസാരിക്കുകയും അതൊരു ഭയങ്കര സമാധാനമുള്ള ഒരു എന്താ പറയാ, എനിക്കൊരു ആശ്വാസമായിരുന്നു. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കുഴപ്പമില്ല, പഠിക്കാൻ പറ്റും, അങ്ങനെയെല്ലാം പറഞ്ഞ്. പിന്നെ ഈ ആക്ഷൻ ടാസ്ക് എല്ലാം എന്നോട് കൃത്യമായിട്ട് ചെയ്യിച്ചത് പുള്ളിക്കാരിയാണ്. ഇനി ഇത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ട് തരും.
അപ്പൊ ഞാൻ ബെഡ് റെസ്റ്റ് ആണ്. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ ഞാൻ ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് എനിക്ക് എത്രത്തോളം ഇത് പഠിക്കാൻ ബാങ്കിൽ പോയിട്ട് വന്നിട്ട് എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെത് ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് എനിക്ക് ഇംഗ്ലീഷിൽ ഞാൻ നല്ലതുപോലെ എഴുതും. പക്ഷെ സംസാരിക്കാൻ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വലിയ പാടാണ്. അപ്പം അതിനും ഒരു പ്ലാറ്റ്ഫോം, അതിനൊരു അവസരം ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിന്ദു. ഇനി അടുത്ത ആർക്കാണ്? മാഡം ഞാൻ പറഞ്ഞോട്ടെ? ഓ പറഞ്ഞു. സുമിത പറഞ്ഞോട്ടെ മാഡം? മനസ്സിലായി. മാഡം, എനിക്ക് ഈ ഓറിയന്റേഷൻ സെഷൻ നടന്നുകൊണ്ട് നമുക്ക് ഇഗ്നോയെ കുറിച്ചും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇഗ്നോയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചും പിന്നെ അതുപോലെ ലേൺ വൈസിനെ കുറിച്ചും എല്ലാം കൂടുതൽ, ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മെന്റർ ആണെങ്കിലും എനിക്ക് കറക്റ്റ് ആയിട്ടെല്ലാം ഓരോ സെഷൻസിന്റെ ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ തലേന്ന് തന്നെ എന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളെ കുറിച്ച് എനിക്ക് എന്തെല്ലാം ഡൗട്ട് ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട് മാഡം. പിന്നെ ഞാൻ ഒരു 14 വീഡിയോസ് കണ്ടു കഴിഞ്ഞു ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ. പഠിച്ച് അങ്ങനെ കറക്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. വീഡിയോസ് എല്ലാം കാണും. ഞാൻ ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് മെന്ററിന് സബ്മിറ്റ് ചെയ്യണുണ്ട്. അതെല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഞാനൊരു ഹൗസ് വൈഫാണ്. പിന്നെ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. എങ്കിലും ഞാനെല്ലാം ചെയ്തു പോകുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ പഠിച്ചു തുടങ്ങും. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കണത്. അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ലേൺ വൈസിൻ്റെത്. അതാണ് എൻ്റെ അഭിപ്രായം മാഡം. ഓക്കെ, താങ്ക് യു സോ മച്ച് സുമിത. അപ്പൊ വിചാരിച്ച പോലെ, പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇനി നെക്സ്റ്റ് ആരാണ്? അത് ശരി. ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഒപ്പം കുറെ ഓഫീസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അതുകൊണ്ട് ഭയങ്കര ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ വിഷമം. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആകെ ഞാൻ പറഞ്ഞില്ലേ വേണം, ഞങ്ങളുടെ റെസിഡൻഷ്യൽ സ്കൂളാണ് നവോദയ. ഇന്നലെ വളരെ പെട്ടെന്ന് ഒരു കുട്ടിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയൊക്കെ അങ്ങനത്തെ വിഷയം, അതുകൊണ്ടൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിഷമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ എന്താണ് ടോപ്പ് വന്ന രണ്ടുപേർക്ക് എന്റെ അഭിനന്ദനങ്ങൾ. എന്തായാലും എന്റെ മെന്റർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും മെയിൽ ഞാൻ വിട്ടറിയാണ്. നിങ്ങൾ റിട്ടേൺ ഫ്രീ ആവും. ആ ഒരു ആത്മവിശ്വാസമാണ് ഉള്ളത്. എന്തായാലും ലേൺ വൈസിന് ഒരുപാട് നന്ദിയുണ്ട്. ബിക്കോസ് യു പീപ്പിൾ ആർ ടേക്കിംഗ് ദാറ്റ് മച്ച് കെയർ. So, from the core of my heart, I extend my sincere gratitude to all the faculty members. അത് പറയാൻ വളരെ സന്തോഷമുണ്ട്. അത് അഭിമാനപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഭയങ്കര തിരക്കുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ സെഷൻസ് അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഇതേപോലെ വരുന്ന സെഷൻസിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അല്ലെ? എല്ലാ സെഷൻസും പറ്റില്ലെങ്കിൽ വരുന്ന സമയത്തൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ആൾ. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ ലൈവ് സെഷൻസിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ലൈവ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. പറ്റാത്തത് നമ്മൾ കുറച്ച് 2-3 ദിവസത്തിനകം തന്നെ അതിന്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. അപ്പോൾ നമുക്ക് അഥവാ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സെഷൻസ് നിങ്ങൾ കണ്ട് കവർ ചെയ്ത് പോവാം. ഓക്കെ, റിവിഷൻ സെഷൻസ് ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവാം. അപ്പൊ ഇനി നെക്സ്റ്റ് ആരാണ്? എന്റെ പേര് നജീബ് എന്നാണ്. ഞാൻ ഇത് ഈ ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ചത് മനസ്സിലാക്കിയത് ഒരു പേപ്പറിന്റെ ഒരു മുഴുക്കഷ്ണം ഒരു പേപ്പർ വായിക്കുന്ന സമയത്ത് കണ്ടപ്പോഴാണ്. യഥാർത്ഥത്തിൽ ഈ MA സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം കൊണ്ട് 2-3 പ്രാവശ്യം കലൂര് പോയി അന്വേഷിക്കുകയും ചെയ്ത് വീണ്ടും നടക്കൂല, ഇങ്ങനെ നിരാശയോടെ ഇത് നടക്കൂല എന്നുള്ള 2-3 വർഷങ്ങളായി. അങ്ങനെ എനിക്കാണ് ഈ കുറിപ്പ് സീറ്റ് കിട്ടിയത്. ഈ തുരുപ്പി സീറ്റാണ് യഥാർത്ഥത്തിൽ ലാംഗ്വേജിലേക്ക് എത്തിച്ചത്. അപ്പൊ ഞാൻ ലാംഗ്വേജിനെ കുറിച്ചും ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷിലെ ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോഴൊക്കെ ഒരുപാട് തട്ടിപ്പോടായിട്ട് ഒരുപാട് കാശ് അങ്ങനെ പോയി. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും ലാംഗ്വേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ
ഓരോ ക്ലാസ്സും ഈ ചുറുചുറുക്കുള്ള നമ്മളൊക്കെ റിട്ടയർഡ് ആയി 2 വർഷം കൂടി ഉണ്ട്. ഈ ചുറുചുറുക്കുള്ള പിന്നെ ലേഡീസിന്റെ ഒക്കെ ക്ലാസ് വളരെ സ്മാർട്ടാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പൊ വളരെയധികം എഫക്റ്റീവാണ്. അപ്പൊ ഇതിലൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഓ, പിന്നെ തോന്നല് യഥാർത്ഥത്തില് ഇവരൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു സ്കൂളിലൊരു പ്രധാന അധ്യാപന കഞ്ഞിക്കടുപ്പ് വരെ എന്നൊരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ കൂടി കുറച്ചും കൂടി ചെയ്യാനുള്ള ഒരു പ്രേരണ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാ ക്ലാസ്സും മിക്ക ക്ലാസ്സും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതിന്റെ ഫീഡ്ബാക്കും അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു 60%, 70%, 80% കൊടുക്കുന്നത്. എന്നാലും ഇപ്പൊ ഇവിടെ റാങ്ക് കിട്ടിയ പോലെ കിട്ടാൻ അർഹതയില്ലാന്ന് എനിക്ക് തോന്നണം. കാരണം ആരും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതായാലും നല്ല ക്ലാസ്സാണ്. ഓരോരുത്തരെ എല്ലാവരും നല്ല ക്ലാസ്സാണ്. പിന്നെ വീഡിയോ ക്ലാസ് ഒക്കെ ഒരു ഇതൊക്കെ കണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മെന്ററെ വിളിച്ചിരുന്നു. ആ മെന്ററെ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ഇപ്പൊ ഞാൻ 2 കണ്ടിട്ടുണ്ടായുള്ളൂ. അപ്പൊ അത് ഈ ആഴ്ച തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടി നമുക്കൊരു നീര് കാണണം എന്നുള്ളൊരു മനസ്ഥിതിയൊക്കെ വരാൻ പ്രേരണയാണ്. അപ്പൊ എല്ലാം കൂടി അന്വേഷിച്ച് ഒരുപാട് പിന്നെ മോട്ടീവാണ്, സക്സസ്ഫുൾ ആണ്. അപ്പൊ എന്തായാലും എല്ലാം അതേപോലെ തന്നെ നിങ്ങളെ ആ ലൈഫിലെ റിട്ടയർമെന്റ് ലൈഫും ഇതേപോലെ കളറാവട്ടെ. നമ്മുടെ കൂടെ കുറച്ചുകൂടെ നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പറ്റുന്ന അത്രയും സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. നിങ്ങളും അതേപോലെ തന്നെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഇനി ആരാണ് വരാൻ പോണത്? നമ്മുടെ പഠിത്തം എന്ത് കേട്ടില്ല? വയസ്സാക്കാലത്താണ് നമ്മുടെ പഠിത്തം. പിന്നെ അല്ല, ഇതിനൊന്നും പ്രായമൊന്നും ഇല്ലല്ലോ അല്ലെ? പ്രായമില്ലാന്ന് നിങ്ങൾ ഫസ്റ്റ് സെഷനിൽ തന്നെ തെളിയിച്ചതാണ് അല്ലെ അക്ഷര മാം? പറഞ്ഞോളൂ. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കും വയസ്സ് ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മളെക്കാൾ കൂടുതൽ വയസ്സന്മാരുടെ കുറച്ചും കൂടി പ്രചോദനമായി. സമാധാനമല്ലേ? നമുക്ക് ചെറിയ ഇപ്പൊ കഴിഞ്ഞ ഉടനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അതിനുശേഷം ഇപ്പൊ ജസ്റ്റ് ഒരു 5 years ഗ്യാപ്പിന് ശേഷം പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. 10 വർഷത്തിന് 15, 20 അങ്ങനെ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഏജ് ഇവിടെ ഒരു മാറ്ററേ അല്ല. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, അവരുടെ കൂടെ നിങ്ങൾ എങ്ങനെ സിങ്കിൻ ആവുന്നു, അതുപോലെ നിങ്ങൾ എത്ര സീരിയസ് ആയിട്ട് ഈ ഒരു നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇതിലോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിലൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾ അണയാതെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഉറപ്പ് നമുക്ക് തരാൻ പറ്റും. അതുപോലെയുള്ള എല്ലാ സപ്പോർട്ടും ഗൈഡൻസുകളും നമ്മൾ തരും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ? ഓക്കെ, പറഞ്ഞോളൂ. ഇന്നലെ ഞാൻ എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ എവിടെ സ്കൂളിൽ ഞാനിങ്ങനെ പറയാറുണ്ട് കുട്ടികൾക്ക്. ഞാനിങ്ങനെ ജോയിൻ ചെയ്തു, MA സൈക്കോളജി ജോയിൻ ചെയ്തു. നിങ്ങളുടെയൊക്കെ അത്ര ഏജുള്ള കുട്ടികൾ നമ്മുടെ ടീച്ചേഴ്സിന് ഞാൻ പറയുകയായിരുന്നു. അപ്പൊ അവർ ചോദിക്കുന്നത് അതെങ്ങനെയാണ്? അവരാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ്. നിങ്ങളുടെയൊക്കെ ഏജുള്ള കുട്ടി നിങ്ങൾ തമാശ പറയുന്നത് കുട്ടികൾക്ക്. എന്തായാലും നല്ല ക്ലാസ് നമ്മൾ എല്ലാവരും നന്നായിട്ട് നമ്മളെ എന്താണ് നന്നായിട്ട് നോക്കി കാര്യം നടത്തുന്നുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ ഞങ്ങളെ തോപ്പിച്ചതാണ് അല്ലെ അക്ഷര മാം? നമ്മള് വലിയ കാര്യത്തില് ഗെയിമൊക്കെ ഇവിടെ പ്ലാൻ ചെയ്ത് വന്നിട്ട് അവസാനം അന്നത്തെ അത്ര ഒരു ഉഷാർ ഇന്ന് പോരാ. ഈ ഫസ്റ്റ് ഡേന്റെ അത്ര ഒരു ആംബിയൻസ് ഇന്ന് ഇല്ലാന്ന് തോന്നുന്നു. എന്റെ പേര് ജോയ്. ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തു. പക്ഷെ ആ സമയത്ത് ആ മീറ്റിംഗിന്റെ ബഹളൊക്കെ ആയിരുന്നു, അതന്നെ ക്ലോസ് ചെയ്തു. അതിൽ മീറ്റിംഗ് കഴിഞ്ഞ് എത്തിയുള്ളൂ. ഞാൻ അടുത്ത ക്ലാസ് തുടങ്ങി റെഗുലർ ആവാം കേട്ടോ. എന്റെ പേര് ജോയ് എന്നാണ് പേര്. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയാ നമ്മുടെ ഒരു ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? ഞാനിപ്പോ 2 ദിവസമായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. 1-2 എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ വന്നിരുന്നില്ലേ, ആ ഇംഗ്ലീഷിന്റെ പിന്നെ ഹാപ്പിനെസിന്റെ ഒക്കെ ഉള്ളത്, അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കുറച്ച് അറ്റൻഡ് ചെയ്തായിരുന്നു. വേറെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ റെഗുലർ ആവാൻ നോക്കാം, ഉണ്ടാവും. മിസ്സായ സെഷൻസ് ഒക്കെ യൂട്യൂബിൽ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, അത് കാണാം കേട്ടോ. റെക്കോർഡിംഗ്സ് ആയിട്ട് അവൈലബിൾ ആണ്. അതും കൂടെ ഒന്ന് ആയിക്കോട്ടെ. കണ്ടോളൂ. ഓക്കെ, താങ്ക് യു. അതുപോലെ ഒരു ഫംഗ്ഷനിലായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്ക് വിന്നേഴ്സിനെ ഒക്കെ കണ്ടു. അപ്പൊ നമുക്ക് അതുപോലെയൊക്കെ ആയ കൊള്ളാമെന്ന് തോന്നി, പക്ഷെ പറ്റത്തില്ലായിരുന്നു. എപ്പോഴും ഓരോ തിരക്കായിരിക്കും. അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതെല്ലാം അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ടാസ്കുകൾ ഇപ്പൊ വന്നേക്കുന്നത് എല്ലാം ഇന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാ, അപ്പൊ അതൊന്നും പറ്റിയില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി മുതൽ ചെയ്യാം
പിന്നെ നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോവാന്നുള്ളതാണ് സമയം കിട്ടുന്നത്. പിന്നെ നല്ല രസമാണ് കാണുമ്പോൾ. ഇന്നലത്തേത് ഭയങ്കര മിസ്സായി പോയി. അത്യാവശ്യം വേണ്ടുന്ന ഒരു ഇതായിരുന്നു. അപ്പം വാൻഡറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയിക്കാന്ന് പറഞ്ഞു. പിന്നെ എന്റെ അഭിപ്രായം ഇത് നല്ല രസമാണ്, സമയമുള്ളവർക്കെന്ന് തോന്നുന്നു. എനിക്കും ഭയങ്കര ആഗ്രഹം തോന്നും, പക്ഷെ നമുക്ക് അതുപോലെ അങ്ങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ വന്നിട്ടുള്ള പെട്ടെന്ന് ജോലികൾ ചെയ്യേണ്ട സമയത്തായിരിക്കും. അപ്പൊ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ആ ഒരു സന്തോഷത്തോടെ മൊത്തത്തിൽ എൻഗേജ് ചെയ്തൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രയാസം തോന്നാറുണ്ട്. അപ്പൊ സജഷൻസ് പറയാമെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഒന്നിടവിട്ട ദിവസം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി ഓറിയന്റേഷൻ കണ്ടിന്യൂ ചെയ്യുവാണോ, അതോ എല്ലാ ദിവസവും ഇതുപോലെ മീറ്റിംഗ് ക്ലാസ്സുകൾ ഉണ്ടാവുമോ, അതോ സാറ്റർഡേ സൺഡേ അങ്ങനെ മാത്രമേ ഉണ്ടാവുമോ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതുപോലെ ഇരിക്കാമായിരുന്നു. അപ്പൊ എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നല്ലത് കാണുമ്പോൾ അത് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം തോന്നുന്നു. അല്ലാതെ എല്ലാം നല്ലതാണ്, എല്ലാ ടോപ്പിക്സും നല്ലതാണ്. എല്ലാം ഇന്നലത്തെ പ്രത്യേകിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നല്ലതാണ്. എല്ലാം നല്ല, അത് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾക്കാരല്ലേ ഇതിനകത്തുള്ളത്. അപ്പം 90% ആൾക്കാർക്കും ഇത് അറ്റൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ ആ ഒരു കോളേജ് അല്ലെ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു വെർച്വലായിട്ടാണെങ്കിലും അതൊരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേ നല്ലതാണ്. സമയമില്ലായ്മ കൊണ്ടുള്ള പ്രയാസം അതേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സെഷൻസ് എന്ന് പറയുന്നത് റിവിഷൻ സെഷൻസ് ആയിരിക്കും, ലൈവ് റിവിഷൻ സെഷൻസ് ആയിരിക്കും. അപ്പൊ അത് ഒന്നിടവിട്ട ദിവസങ്ങളിലോ, അതായത് നമ്മളിപ്പോ ഒരു ബ്ലോക്ക് നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച്, ടൈം ടേബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈം ടേബിൾ അനുസരിച്ച് ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ റിവിഷൻ ആണ് ലൈവായിട്ട് നടത്തുന്നത്. അത് മേ ബി കണ്ടിന്യൂസ് ഡേയ്സിൽ ഉണ്ടാവും, പക്ഷെ എന്ന് വെച്ച് ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ അതിന്റെ ഒരു ടൈമും ഏകദേശം നമ്മൾ ഓറിയന്റേഷൻ സെഷൻസ് നടന്നുകൊണ്ടിരുന്ന ആ ഒരു ടൈം തന്നെയായിരിക്കും. 7 to 9 ഇടയിൽ ഒരു 1 hour സെഷൻ എന്നുള്ള രീതിയിലാണ് ലൈവ് ഉണ്ടാവുക. ഇനി അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ ആപ്പിൽ തന്നെ ബാച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2-3 ദിവസത്തിനകം അതിന്റെ എഡിറ്റിംഗും കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾ കണ്ടാലും ഇത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി ഒന്നും മിസ്സായി പോകില്ല. ലൈവ് സെഷൻസ് ഒന്നും നിങ്ങൾ മിസ്സായി പോകില്ല. നിങ്ങൾക്ക് ഈവൻ റെക്കോർഡെങ്കിലും അതിൽ നമ്മൾ അവൈലബിൾ ആക്കി തരും. ഓക്കെ, പറ്റുന്ന സമയത്തൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈവ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഫീഡ്ബാക്കിൽ താങ്ക് യു. ഹായ് മാം, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് സുരേഷ്. ഓക്കെ, ഗുഡ് ഈവനിങ് അവരാണ്. അപ്പൊ എൻ്റെ പേര് സൂരജ് എന്നാണ്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ റെയിൽവേയിൽ, മീനിങ് പ്യുവർലി ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യണത്. അപ്പം ക്ലാസ്സസ് ഓറിയന്റേഷൻസ് എല്ലാം ഒരു ഏകദേശം ഒരു 8 ഹലോ ഹലോ സൂരജ്, ഇരുട്ടത്താണോ ഉള്ളത്? അതെ അതെ, ഇവിടെ കറണ്ട് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ, അപ്പം അതെ അതെ, അത് ഓറിയന്റേഷൻ ഏകദേശം ഒരു 9ഓളം ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ 8 കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരെണ്ണം ഈ പറഞ്ഞ പോലെ മിസ്സായിട്ടുണ്ട്. അത് ഈ സൈക്കോളജിയിൽ തന്നെ കോഴ്സസ് ഉണ്ടല്ലോ, അതിനെ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് കാണാൻ പറ്റിയില്ല. പക്ഷെ ബാക്കിയുള്ളതെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്ലാസ്സസ് എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഈ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ, മീനിങ് ഞാൻ ബയോളജി ഞാൻ പഠിച്ചിട്ടില്ല. +1 പോലും തന്നെ ഞാൻ ഈ ക്ലാസ്സസ് ഒക്കെ ഞാൻ കേൾക്കുമ്പോൾ, ഞാൻ പഠിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന കോഗ്നിറ്റീവ്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ, ആ ടേമിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം അത് വരും ക്ലാസ്സിൽ അങ്ങനെ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുകൂടെ തന്നെ പിന്നെ ഒരു സജഷൻ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അറ്റ് ദ സെയിം ടൈം നമ്മൾ ജോബും ചെയ്യണത് കൊണ്ട് തന്നെ ഒരു എക്സാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ വീക്ക്ലി അല്ല, ഒരു മന്ത്ലി നമുക്കൊരു എക്സാം തരുന്ന പോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും കുറെ കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഓറിയന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ചില സെഷൻസ് എല്ലാം ഞാൻ നോക്കുന്ന സമയത്ത് കുറെ പേരുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് ആണെങ്കിൽ പോലും തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ ബാച്ചസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ MA സൈക്കോളജി ആണെങ്കിൽ അതിൽ എത്രമാത്രം പാർട്ടിസിപ്പൻസ് ഉണ്ട്, എത്രമാത്രം കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവരെ ഉൾക്കൊള്ളിച്ചിട്ട് സൈക്കോളജി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കുറെ കൂടെ ഒരു എഫിഷ്യന്റ് ആയിട്ട്
വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതർ ദാൻ ദാറ്റ് എവറിത്തിങ് ഈസ് ഫൈൻ. താങ്ക് യു സൂരജ്. അപ്പോൾ അസസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ എക്സാമിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഒന്ന് തരുന്നത്, നമ്മൾ ഓരോ ലെസൺസും അല്ലെ ആപ്പിൽ കൊടുത്തിട്ടുള്ള ഓരോ ലെസൺസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിലൊരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനുണ്ട്. ഇത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒരു 10 മാർക്സിലോ 7, 5 അങ്ങനെയൊക്കെയുള്ള നമ്മളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്താനുള്ള ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതായത് ഓരോ ലെസൺസും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്തു പോകാവുന്നതാണ്. പ്ലസ് നമുക്ക് എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് എക്സാമിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ആദ്യമായിട്ടൊക്കെ നിങ്ങൾ എക്സാമിന് ഇഗ്നൂയുടെ എക്സാമിന് പോകുന്നതല്ലേ, അപ്പൊ അതിന്റെ എങ്ങനെയൊക്കെ ആയിരിക്കും എക്സാംസ്, കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് എഴുതി തീർക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ സൂമില് നമ്മൾ വിർച്വൽ ആയിട്ടാണെങ്കിലും മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എക്സാംസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പം അതിൽ കൂടുതൽ ഈ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് അതിൽ കൂടുതൽ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇനി അങ്ങോട്ടുള്ള സെഷൻസ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, സൈക്കോളജിക്കാരുടെ മാത്രം സെഷൻസ് ആണ് ഇനി ഉണ്ടാവുള്ളൂ. ഈ ഓറിയന്റേഷനിൽ ചില നമ്മൾ സമയപരിമിതിയൊക്കെ കൊണ്ട് തന്നെ ചില സെഷൻസ് കോമൺ ആയിട്ട് എല്ലാ ബാച്ചുകാരെയും വെച്ച് നടത്താറുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ മാത്രമായിരിക്കും, ഈ ഒരു ബാച്ച് മാത്രമായിരിക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ലേണിംഗ് ഒക്കെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കാം. പ്ലസ് നമ്മൾ മെന്റേഴ്സ് തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് എടുക്കുന്നത് നമ്മൾ മെന്റേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ ക്ലാസ്സും ഒന്നും കാണാൻ പറ്റിയില്ല, 2-3 ക്ലാസ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെൻഡർ അതിന്റെ വീഡിയോ എല്ലാം അയച്ചു തന്നിരുന്നു. ടാസ്ക് എല്ലാം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം സ്കൂളിൽ പോണ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ പ്രായമുള്ള ഒരു അമ്മയാണ്, ആൾ ഓൾറെഡി നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 7 മണി സെക്ഷൻ തന്നെ കയറാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ 2-3 ക്ലാസ്സേ ഒഴിവായിട്ടുള്ളൂ. പിന്നെ ഒരു സജഷൻ എന്ന് പറഞ്ഞത്, നമ്മൾ റിവിഷൻ വെച്ച് പോകുമ്പോ എനിക്കത് ഇതൊക്കെ യൂണിറ്റ് ഒക്കെ വരുമ്പോ എനിക്ക് എത്തണില്ല. ക്ലാസ് ജസ്റ്റ് കാണാന്നല്ലാതെ അതിന്റെ നോട്ടും കാര്യങ്ങളൊന്നും വായിച്ച് നമുക്ക് മുഴുവൻ എത്താൻ സാധിക്കില്ല. അപ്പോഴേക്കും ഈവനിങ് നമുക്ക് മിഡ് നൈറ്റിന് സമയം ആ ടൈം എത്തി, അപ്പോഴേക്കും നമ്മൾ കണ്ണൊക്കെ അടഞ്ഞു പോണ അവസ്ഥയാണ്. അപ്പോ അതൊരു കുറച്ച് ഒരു ലോഡ് പോലെ എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും എങ്ങനെയൊന്നും എനിക്ക് അറിയില്ല, കാരണം നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്ത് വന്ന് അതിന്റെ സ്കൂളത്തെ വർക്കും എല്ലാം കൂടി ആകുമ്പോൾ ലോഡാണ്. പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ടെൻഷനാണ്, കാരണം നമ്മളത് എത്തിയില്ലോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് മുഴുവൻ ചെയ്യാൻ പറ്റണില്ലോ. കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് വായിച്ചെത്തണേ ഇല്ല. കീ പോയിന്റ് മാത്രം ജസ്റ്റ് വായിക്കുക, പിന്നെ ഒരു ഹാഫ് അവേഴ്സ് ഉള്ള ക്ലാസ് കാണുമ്പോൾ ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ സയൻസ് ആയിരുന്നു +2-ന്, പിന്നെ എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് വലിയ ഗ്രാഹ്യമായിട്ടുള്ള അറിവൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചെന്താ ടഫാണ് എനിക്ക്, എന്നെ സംബന്ധിച്ച്. എന്നാൽ ഞാൻ പരമാവധി ശ്രമിക്കാം. പിന്നെ ഈ റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് ആ ടൈം കൊടുത്തിരിക്കുന്നതിന് ആ സമയത്ത് ആ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള മൊത്തത്തില് ആ ഒരു ചെറിയൊരു ക്ലാസ് നമുക്ക് ലൈവായിട്ട് കിട്ടിയ ഉപകാരമായി തോന്നുന്നു എനിക്ക്. നമ്മൾ മുഴുവൻ വായിച്ചെത്തുന്നേക്കാളും നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോ അതൊക്കെ ഒന്നുകൂടിയും എഫക്റ്റീവ് ആവും തോന്നുന്നു. അപ്പൊ അങ്ങനെ എങ്ങാനും പറ്റുകയാണെങ്കിൽ ഉപകാരമായി. നമ്മളിപ്പോ അതിന്റെ ഉപകാരം ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ എത്തണില്ല. അപ്പൊ ആ റിവിഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇതുപോലെ ലൈവ് ഇതുപോലെ സൂം മീറ്റിങ്ങോ അങ്ങനെ വെച്ച് ആ യൂണിറ്റിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് ഒരു കൺസോളിഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഉപകാരമായി. അത്രയൊക്കെയാണ് ഉള്ളത്. പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. മെന്റർ കൃത്യമായി ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്കൂളിൽ പോയിട്ട് പിള്ളേരോട് ചെയ്തില്ല ചീത്ത പറഞ്ഞ പോലെ ആ സ്ഥാനത്ത് ഞാനാകുമ്പോ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എന്റെ ടീച്ചറോട് ഞാനത് കൃത്യമായി ചെയ്യാതെ പോകുന്ന ആളാണല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. എന്നാൽ പരമാവധി ശ്രമിക്കാം. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച് വിജി. ഒരു ഇൻട്രോസ്പെക്ഷന്റെ ടൈം ആണല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ലൈവ് റിവിഷൻ സെഷൻസിൽ ഇത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ വിജയ് പറഞ്ഞിട്ടുള്ള പോലെ അത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരു 5-6 ലെസൺസിൽ കൊടുത്തിട്ടുണ്ടാവുന്ന 1 ബ്ലോക്കിനെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്ത് പോകും. അതിൽ ചുരുക്കി പറഞ്ഞു തരിക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ്, നമ്മളെ സംബന്ധിച്ച് കൂടുതലും തിയറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല, സൈക്കോളജിയിൽ കൂടുതൽ വരുന്ന തിയറീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനൊന്നുകൂടെ നിങ്ങൾക്ക് സ്ലൈഡ് ഷെയർ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓൺ ടൈമിൽ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകും. ഇതാണ് നമ്മൾ ലൈവ് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ പിന്നെ എന്താ പറയാ, അതിൽ ടൈം ടേബിളിൽ കൊടുത്തിട്ടുള്ള ലൈവിന്റെ ടൈം ഉണ്ടല്ലോ, ആ സമയം നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം.
ആ സമയത്ത് നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണണമെന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് നോട്ട്സ് നോക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാം. അതുപോലെ ലൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഇപ്പൊ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമുക്ക് ടെക്സ്റ്റ് കിട്ടുള്ളൂ. അത് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ലെക്ചർ നോട്ട് പോലെ ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ലൈവ് എന്തായാലും ഫസ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ലൈഫ് സ്പാൻ സൈക്കോളജി ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ 1-2 ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും, എന്താണ് ലൈവ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോ താങ്ക് യു. എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, താങ്ക് യു. മാഡം ഒരു നിമിഷം ഇനി മാഡം, ആരാണ്? നമ്മുടെ ഓ, ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സിലബസ് എങ്ങനെ? ഒന്നുകൂടെ ഷെയർ ചെയ്യാൻ കഴിയുമോ? ഇതിലൊരു വലിയ ഉപകാരമായിരുന്നു. കാരണം സിലബസ് എനിക്കത് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഇന്നലെ ഞാൻ ഈ വിഷയം ചോദിച്ചായിരുന്നു. സിലബസ് അല്ല, സിലബസ് അല്ലേ? നിങ്ങൾക്ക് അതിന് പ്രോഗ്രാം ഗൈഡ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് മെന്ററിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. നൂറ മാം അല്ലേ? അതെ. ഓക്കെ, അവര് ഗൈഡ് പറഞ്ഞു തരും കേട്ടോ, എങ്ങനെയാ എടുക്കേണ്ടതെന്നുള്ളത്. ഡീറ്റെയിൽഡ് സിലബസ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും, ചോദിച്ചാൽ മതി കേട്ടോ. പറയാൻ ഈ ഒരു സെഷന്റെ ശേഷം പിന്നെ നമ്മൾ പിന്നെ കുറച്ച് ടൈമിന് ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇങ്ങനൊരു ഓപ്പൺ ഒരു പ്ലാറ്റ്ഫോം കിട്ടുള്ളൂ. നമ്മൾ പിന്നെ കുറച്ച് ഒരു റിവിഷൻ ക്ലാസ്സിലൊക്കെ ആയിരിക്കും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുറന്നു പറയാം. പിന്നെ അതുപോലെ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, റിവിഷൻ ക്ലാസിന്റെ കാര്യം. നിങ്ങൾ റിവിഷൻ ക്ലാസ്സിന്റെ മുമ്പേ നിങ്ങൾ ചിലപ്പോൾ ലെസൺസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഗോ ത്രൂ ചെയ്ത് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും, അയ്യോ എനിക്ക് പഠിച്ചെത്തുന്നില്ലല്ലോ. ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം മനസ്സിലാക്കി പോവും. അപ്പൊ നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആവുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഭയങ്കരമായിട്ട് തോന്നും, അതായത് ഇത് കാണുന്നു പക്ഷെ നമുക്കൊന്നും മൈൻഡിൽ നിൽക്കുന്നില്ല. പക്ഷെ ഈ റിവിഷൻ ക്ലാസ് അതിനാണ് നമ്മൾ തരുന്നത്. അതായത് എന്തൊക്കെ നമ്മൾ ഒരു ബ്ലോക്കിന്റെ അകത്ത് പഠിക്കുന്നു അതിനെ തന്നെ ഒന്ന് പാരാഫ്രൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഫാക്കൽറ്റി നമുക്ക് വന്നിട്ട് ലൈവായിട്ട് പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ ആ സമയത്ത് ഒന്നും കൂടെ നമുക്ക് ഡയറക്ട്ലി ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. സോ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം നോക്കുക, ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം ഒരു റെക്കോർഡിംഗ് നമ്മൾ ഓൾറെഡി കാണുന്നുണ്ട്. അപ്പൊ എല്ലാ റെക്കോർഡ് കാണുന്നത് ഒഴിവാക്കുക. അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ളത് നമ്മളുടെ റിവിഷൻ ക്ലാസിന്റെ ഒക്കെ ഒരു ടൈം ആയിരിക്കും. അപ്പൊ കുറച്ചും കൂടെ അക്കാഡമിക്കലി നമ്മൾ ഇങ്ങനെ പോകും. അപ്പൊ ആ സമയത്ത് മാക്സിമം ടൈം ടേബിളിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പഠിക്കുക. അതുപോലെ നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ ആ ഒരു ഇപ്പൊ നമ്മള് ഒരു വീക്കിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ മിസ് ഔട്ട് ചെയ്യരുത്. റിവിഷൻ ക്ലാസ്സുകൾ മാക്സിമം എല്ലാ സമയത്തും ഇപ്പോൾ നമ്മൾ രാവിലെ മെന്റേഴ്സ് നിങ്ങൾക്ക് അലേർട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു റിമൈൻഡറും നിങ്ങളുടെ ഫോണിൽ അലാം ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ആക്കി നമുക്ക് ആ സമയത്ത് ലെക്ചർ നോട്ടൊക്കെ എഴുതി കുറച്ചും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രീതിയിൽ ആ ഒരു ബ്ലോക്കിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കോംപ്രിഹെൻഡീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ വേറൊരാളും കൂടെ മുന്നോട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോ ഇനി എന്നാൽ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അതുപോലെ അസസ്മെന്റും കാര്യങ്ങളും മെന്റേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ കൊടുക്കുക. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക, റെക്കോർഡിക്കലി കൊടുക്കുക. അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആൻഡ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഈ അസൈൻമെന്റ്സും കാര്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്? പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോഴ്സിനകത്ത് ഈ ഒരു എന്താ പ്രൊജക്റ്റ് അല്ല, ഈ ഇന്റേൺഷിപ്പ് ഉണ്ടാവില്ലേ? ഇന്റേൺഷിപ്പ് സെക്കൻഡ് ഇയറിലാണ് ഉണ്ടാവുന്നത്. സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത്, സെക്കൻഡ് ഇയറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സെഷൻ നമ്മൾ ഇതേപോലെ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിലും സ്പെഷ്യലൈസേഷന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു തരും. അതായത് സെക്കൻഡ് ഇയറിൽ നമുക്ക് ക്ലിനിക്കൽ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ട്. ആ ഓപ്ഷണൽ കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ 6 പേപ്പേഴ്സിനും ഓരോ അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഹാൻഡ് റിട്ടൺ ആണ് അത്. ഇപ്പോ ഇതൊരു ജാനുവരി ബാച്ച് അല്ലേ, നിങ്ങൾക്ക് ഏകദേശം October 30 ആയിരിക്കും ഡേറ്റ് വരുന്നത്. അപ്പോൾ ഒക്ടോബറിന്റെ ഉള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യും. ഈ കമ്മിങ് ഡേയ്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവര് കുറച്ചുകൂടെ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്നൊരു ഇല്ല, സമയമാവുന്നേ ഉള്ളൂ. ഒരു 2 മാസം മിനിമം കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 2 മാസം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കൺഫർമേഷൻ മെയിലും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതിനുശേഷം ഒരു ഡിലേ എന്തായാലും എടുക്കും. നമുക്കൊരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് അവരൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്യുക. അതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അതിനുശേഷം
നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മൾ ഇതൊരു കൺസേൺ ആവേണ്ടത്. ഒരു ടൈം എടുക്കും, ഒരു ഡിലേ ഉണ്ടാവും. അവര് കൺഫർമേഷൻ മെയിൽ, നിങ്ങളുടെ അഡ്മിഷൻസ് കാര്യങ്ങളൊന്നും ഇതുവരെ ക്ലോസ് ആയിട്ടില്ലല്ലോ. അപ്പൊ ഫെബ്രുവരി 15th വരെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ പിന്നെ അഡ്മിഷൻസ് എല്ലാം കഴിഞ്ഞ് അവരുടെ ഒരു പ്രോസസ് എല്ലാം കഴിഞ്ഞ് കൺഫർമേഷൻ മെയിൽ കിട്ടി, അതിന്റെ ഒരു ഡിലേ അവർ എന്തായാലും എടുക്കും കേട്ടോ. അപ്പൊ ഇൻ കേസ് ഇപ്പൊ പെട്ടെന്ന് അവർ അക്നോളജ് ചെയ്യില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്സും അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതോ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. യൂണിവേഴ്സിറ്റി അത് നിന്നാണോ ഒരു വരുന്നത്? ഏപ്രിൽ മെയ് ജൂൺ ഒരു മാസത്തിന്റെ ഒരു ഡിലേ ഉണ്ട്. അതുകൊണ്ടാണ് അവർ സോഫ്റ്റ് കോപ്പീസ് നമുക്ക് ഓൺലൈൻ വഴി ഇഗ്യാൻ കോഴ്സ് വഴി തരുന്നത്. അപ്പോൾ നിങ്ങൾ അതുവരെ നമ്മുടെ വീഡിയോസ്, നമ്മുടെ ക്ലാസ്സുകൾ, അതേപോലെ മെന്റേഴ്സ് ഇനി ലൈവ് റിവിഷൻ സെഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് PPTs ഷെയർ ചെയ്ത് തരും. അതും നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. നമ്മളെ SLM കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലുണ്ട്. അതുപോലെ ലേൺവൈസിന്റെ എക്സ്ക്ലൂസീവ് നോട്ട്സ് ഉണ്ട്, വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുന്നത് വരെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോവാം. അപ്പം അതുപോലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവ് സെഷൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെന്റേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെയും ഫീഡ്ബാക്കും നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ വളരെ വാല്യൂ ചെയ്യുന്നുണ്ട്. അത് അതേ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് ഇനി അക്കാഡമിക്കലി മീറ്റ് ചെയ്യാം. ഇനിയുള്ള ലൈവ് സെഷൻസിലെ കാര്യങ്ങളിലൊക്കെ മീറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് good night everyone.